അപ്പോൾ മാർക്കറ്റ് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ഡിസിഷൻ വന്നിരിക്കുകയാണ്. അമേരിക്കൻ ഫെഡറൽ റിസർവ്, അമേരിക്കയുടെ സെൻട്രൽ ബാങ്കായിട്ടുള്ള ഫെഡറൽ റിസർവ് അവരുടെ പലിശ നിരക്കിൽ 25 ബേസിസ് പോയിന്റിൻ്റെ കുറവ് വരുത്തിയിരിക്കുകയാണ്. ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായിട്ടുള്ള ജെറോം പവൽ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 25% കുറവ് തന്നെയാണ് ഇന്ന് ആഗോള വിപണികളും ഇന്ത്യൻ മാർക്കറ്റ് അടക്കം എക്സ്പെക്ട് ചെയ്തത് എന്നുള്ളത് സത്യമാണ്. അതിൽ വലിയ വ്യത്യാസം വന്നില്ല. 25% കുറവ്, 25 ബേസിസ് പോയിന്റിൻ്റെ കുറവ് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി അമേരിക്കൻ പലിശ നിരക്ക് 3.75-നും 4% ഇടയിലുള്ള പരിധിയിലാക്കി കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി ബാക്കിയുള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ചും ഫെഡറൽ റിസർവ് 25 ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറവുണ്ടാകും എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കമൻട്രികളാണ് പ്രധാനപ്പെട്ടത് മാർക്കറ്റ് ശ്രദ്ധിക്കാൻ കാരണം. ഇന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിൽ ജോലി അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറഞ്ഞു വരികയാണ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടി വരുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒക്ടോബർ 1 ആഴ്ച മുതൽ അവിടെ ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റുമൊക്കെ തന്നെ ഓഗസ്റ്റ് മാസം അവസാനം വരെയുള്ള കാര്യങ്ങളുടെ മുകളിൽ മാത്രമാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഒരു തരത്തിൽ ഈ ഒരു പ്രഡിക്ഷനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നത് അവർ അംഗീകരിക്കുന്നു. അതുപോലെ ഈ ലിക്വിഡിറ്റി മാർക്കറ്റിൽ, അതായത് അമേരിക്കൻ മാർക്കറ്റുകളിൽ പണലഭ്യത കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി മുൻഗണന നൽകുക. അതേസമയം പണവിതരണം കുറക്കുന്ന, അതായത് ലിക്വിഡിറ്റി ടൈറ്റനിങ് മീൻസ് ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ് ഉള്ള കാര്യങ്ങൾ ഇനി കുറക്കും. അമേരിക്കൻ വിപണികളിലേക്ക് പണം എത്തിക്കുന്നതിനുള്ള കാര്യങ്ങളായിരിക്കും ഇനി ബാങ്കുകൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു തീരുമാനത്തിന് ആകെ 10 അംഗങ്ങളുള്ളതിൽ 8 അംഗങ്ങളും ഇതിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ചെയർമാൻ അടക്കം, അതായത് ചെയർമാൻ വൈസ് ചെയർമാൻ അടക്കമുള്ളവർ ഇതിന് അനുകൂലം, പലിശ നിരക്ക് കുറക്കാൻ അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. 2 പേരാണ് ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തിരിക്കുന്നത്. അതൊന്ന്, ഒരാൾ 50 ബേസിസ് പോയിന്റ് കട്ട് വേണം എന്നാണ് പറഞ്ഞത്. അതിൽ ഒരാൾ റേറ്റിൽ മാറ്റം വരുത്തേണ്ട എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. അപ്പോൾ തുടർച്ചയായിട്ടുള്ള നീക്കമാണ് 2024 ശേഷം, അതായത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു 25 ബേസിസ് പോയിന്റ് കട്ട് വരുന്നത്. തൊഴിൽ വിപണി കോർ ഇൻഫ്ലേഷൻ ഇപ്പോഴും 3% എന്ന് പറയുന്ന ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ്. 2% അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അവിടത്തേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും കോർ ഇൻഫ്ലേഷൻ 3% നിൽക്കുന്നു. ഡാറ്റ അവൈലബിൾ അല്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം ട്രംപിൻ്റെ താരിഫ് ഇഫക്റ്റുകളും കാര്യങ്ങളും എത്രമാത്രം ഇപ്പോൾ പ്രതിഫലിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് വിവരങ്ങൾ ലഭ്യമല്ല. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, തൊഴിൽ ലഭ്യത കുറയുന്നു എന്നുള്ളത് വളരെ കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാരിൻ്റെ ഷട്ട് ഡൗൺ പ്രതിസന്ധിയാണ്. അതുപോലെ തന്നെ കൂടുതൽ റേറ്റുകൾ കട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇതില്ല ഡിസംബറിൽ. എന്നാലും കൂടുതൽ ആളുകളും ഒരു 25 ബേസിസ് പോയിന്റ് കട്ട് കൂടി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത പലിശ നിരക്കുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഡിസംബറിലാണുള്ളത്.